മാധവ് അശ്വന്ത് ഗോക്കിന്റെ പ്രതികരണം കേട്ട് കാണും. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല. ഒരുപക്ഷെ അത് അല്പം കടുത്ത പ്രതികരണമാണ്. നമുക്കതൊന്നും നമ്മുടെ ഈ ചാനലിലൂടെ ഒന്നും പുറത്തുവിടാൻ പറ്റില്ല. അത്രത്തോളം മോശ ഭാഷയിലായിരുന്നു. എന്താണ് മാധവൻ ഇത് കേട്ടപ്പോൾ തോന്നിയത്? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്യാവശ്യം തെറിവിളി ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളെ. അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. കേട്ടില്ലേ? മതിയായില്ലേ? കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. നമ്മൾ ആ പ്രസ് മീറ്റിൽ പോയ സമയത്ത്, അതായത് എന്റെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന്, എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. പണ്ടിക്കരിമ്പാറ എന്റെ ഏത് ആൾക്കാരെ കോക്കേട്ടാ, ഈ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പേരുപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എനിക്ക് ഏത് ആൾക്കാരെ? ഞാൻ തനിയാൾ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. ഒരാൾ വിളിച്ച് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. അങ്ങനെയാണോ? ഇതൊന്നും ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. നമ്മൾ വീണ്ടും പറയുക, അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. നിന്റെ മുഖണ്ടല്ല, നിന്റെ മുഖം ഇപ്പൊ കണ്ടില്ല. റോട്ടിലിട്ട് വരച്ച് കൃഷ്ണൻ എന്താന്ന് ഇതെന്ന് തോന്നും. നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരിടത്തും അശ്വന്ത് കോക്ക് കാശ് വാങ്ങിയെന്നോ നമുക്ക് കൊടുക്കേണ്ടി വന്നെന്നോ അശ്വന്ത് കോക്ക് നേരിട്ട് വിളിച്ചെന്നോ ഐ ഡോണ്ട് തിങ്ക് എനിവൺ. അതേടാ, നിന്റെ ഈ ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട, അവിടെ മതി. അശ്വന്തിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ വിളിക്കാം. നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ഫേക്ക് കാര്യങ്ങളും അറിയാവുന്ന, ഞാനും മാധവനുമൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പരസ്യമായിട്ടൊരു പക്ഷേ അശ്വന്തിന്റെ പേര് കൂടി ഒരു അഭിമുഖത്തിൽ വരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടായി കാണും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പട്ടി തൊഴിൽ കാണിക്കടാ. നീ ചാക്ക് കിട്ടി നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ഞാൻ ചോദിച്ചു. തൊഴിൽ കാണിക്കടാ, കോളർ കോഡ് കാണിക്കടാ, മെസ്സേജ് കാണിക്കടാ. അയാളെ സംബന്ധിച്ചാണല്ലോ അതങ്ങനെ പ്രചരിച്ചത്. അശ്വന്ത് കോക്ക് പണം വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അയാൾക്ക് വേദന ഉണ്ടായി കാണും. സംശയമില്ലാത്ത കാര്യമാണല്ലോ. തീർച്ചയായിട്ടും ഇതെന്റെ ഒരു നമ്പറാ. വേണ്ട തെണ്ടി മണ്ടത്തരവാ, അറിയാം, സംഭവിച്ചു പോയി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു.